അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് തിങ്കളാഴ്ച രാത്രിയാണ്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് പുളകിതമായ ദിവസം. ഇന്ന് രാത്രി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട ദിവസം. സ്വലാത്തിൻ്റെ 10 കറാമത്തുകളെയാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് നാളെ പരലോകത്ത് നാം എല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ വല്ലിപ്പയായ ആദം നബി അലൈഹിസ്സലാം പോലും നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ വരുന്നത് മുത്തായ റസൂലാണ്. ദോഷികളായ പാപികളായ നാമയ്ക്ക് കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു സുമുഖനായ ഒരാൾ വന്ന് നമ്മുടെ നന്മയുടെ ഭാരം മുൻതൂക്കമായിരിക്കുമ്പോൾ, നമ്മുടെ തിന്മ മുൻതൂക്കമായിരിക്കുമ്പോൾ ഒരു പതാക എടുത്ത് ആ തിന്മയുടെ തുലാസനം ഇട്ടപ്പോൾ അത് ഭാരം മുൻതൂക്കമാകുന്നൊരു സാഹചര്യം. നിങ്ങൾ ആരെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹബീബാണെന്നും എൻ്റെ ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പൊതിയാണിതും എന്ന് നാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ ഇതൊക്കെ കാരണമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സ്വലാത്തിൻ്റെ 10 കറാമത്തുകളെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഹദീസിലൂടെ പഠിപ്പിച്ച, ഖുർആനിലൂടെ പഠിപ്പിച്ച 10 കറാമത്തുകളാണ്. ഒന്നാമത്തെ കറാമത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. മൻ സ്വല്ല അലിഹ സ്വല്ലല്ലാഹു അലൈഹി. ഒരാൾ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശ്റ 10 സ്വലാത്തും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ ഈ സ്വലാത്ത് കാരണമാകും. 10 റഹ്മത്താണ് ഒരു സ്വലാത്തിന് പകരം അള്ളാഹു നൽകുന്നത്. ഇത് വലിയ ഒരു കറാമത്താണ്. രണ്ടാമത്തത്, നാം പാപികളാണ്, ദോഷികളാണ്. നമ്മുടെ സർവ്വ പാവങ്ങൾ പൊറുക്കാൻ ഈ സ്വലാത്ത് മതി എന്നാണ് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നു, നമ്മുടെ പാവങ്ങൾ, അതായത് ഖുതിയത്ത് അലൈഹി അശ്റ ഖത്തിയാത്ത്, അവൻ്റെ 10 പാവങ്ങൾ അള്ളാഹു ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു പൊരുത്തു തരും എന്നാണ്. മൂന്നാമത്തെ കറാമത്ത് സ്വലാത്ത് ദറജകൾ ഉയർത്തപ്പെടുമെന്നാണ്. വറുഫിയത്ത് ലഹു അശ്റ ദറജാത്ത്, 10 ദറജ, 10 സ്ഥാനങ്ങൾ സ്വലാത്ത് ആഖിറത്തിലെ സ്ഥാനങ്ങൾ ഉയർത്തും. 10 പദവികൾ അവനക്ക് ഉയർത്തപ്പെടുമെന്നാണ്. നാലാമത്തത് ദുആ കബൂലാക്കുമെന്നാണ്. കുല്ലു ദുആഇ മഹ്ജൂബുൻ ഹത്താ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തില്ലാതെ ദുആ തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ ദുആ സ്വീകരിക്കണമെങ്കിൽ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മാത്രമാണ് ദുആ സ്വീകരിക്കപ്പെടുന്നത്. അതുപോലെ അഞ്ചാമത്തൊരു കറാമത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആശങ്ക, ദുഃഖം എല്ലാം മാറിക്കിട്ടുമെന്നാണ്. ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെയാണ്: ഇദൻ തുക്ഫാ ഹമ്മുക വയുഗ്ഫർ ലക ദംബുക. സ്വലാത്ത് ഹൃദയത്തിലെ ഭാരങ്ങൾ നീക്കുകയും ചെയ്യും എന്നാണ്. നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ആറാമത്തൊരു കറാമത്ത് നമ്മുടെ റിസ്ക്, ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമെന്നാണ്. അതേ ഹദീസിൽ തന്നെ പറയുന്നു തുക്ഫ ഹമ്മുക എന്നാണ്. തുക്ഫ ഹമ്മുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ആവശ്യങ്ങൾ നിറവേറ്റും, റിസ്ക്കിൽ ബർക്കത്തുണ്ടാകുമെന്നാണ്. അള്ളാഹു റിസ്ക് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അള്ളാഹു നമുക്ക് റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രം റിസ്ക്കല്ല. നമുക്ക് ആവശ്യഘട്ടത്തിൽ എല്ലാം നമ്മുടെ കുട്ടിയുടെ വിവാഹം നടക്കണം, നല്ലൊരു ഇണയെ കിട്ടണം, നല്ലൊരു തുണയെ കിട്ടണം. എന്നാൽ സ്വലാത്തതിന് പരിഹാരമാകും. അതേസമയത്ത് നല്ലൊരു വീട്, മനോഹരമായതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കിട്ടണം, വാടക വീട്ടിൽ നിന്ന് മാറണം, നല്ലൊരു ഇടം കിട്ടണം. അങ്ങനെ ഇതിനൊക്കെ നമ്മുടെ എല്ലാ റിസ്ക് പരമായ ബന്ധപ്പെട്ട ഏത് വിഷയത്തിനും ഈ സ്വലാത്ത് മതി എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുക്ഫ ഹമ്മുക, നിൻ്റെ വിഷമങ്ങൾ അത് മാറ്റിക്കളയുമെന്നാണ്. ഏഴാമത്തൊരു കറാമത്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, നാം ചൊല്ലുന്ന സ്വലാത്ത് നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തുമെന്നാണ്. ഇന്ന ലില്ലാഹി മലായികത്തുൻ, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, സഹിയാഹീന യുബല്ലിഗൂന മിൻ ഉമ്മത്തിസ്സലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് നബിയിലേക്ക് എത്തിക്കുന്ന ചില മലക്കുകൾ നേരിട്ടും സ്വലാത്തുകൾ എത്തിക്കുമെന്നാണ്. അതുപോലെ എട്ടാമത്തെ കറാമത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു,
അഹഖുന്നാസി ബിശ്ശഫാഅത്തി യൗമൽ ഖിയാമ അക്സറുഹും അലിയസ്സലാത്ത്. നാളെ പരലോകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാത്തില്ലാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഹബീബിൻ്റെ ഷഫാത്ത് കിട്ടണോ, ഷഫാത്ത് ലഭിക്കാൻ തീർച്ചയായും സ്വലാത്ത് കാരണമാകുമെന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അഹഖുന്നാസി ബിശ്ശഫാഅത്തി യൗമൽ ഖിയാമ അക്സറുഹും അലിയസ്സലാത്ത്. എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവർ തീർച്ചയായിട്ടും ഷഫാത്തിലേക്ക് ഏറ്റവും സ്വലാത്ത് ഷഫാത്തിനുള്ള വാതിലാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ 9ാമത്തെ കറാമത്ത്, ഖിയാമത്ത് നാളിൽ നബിക്ക് ഏറ്റവും അടുത്തവർ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും അടുത്തവരാകാൻ വേണ്ടി നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ്. നാം അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, സ്വലാത്ത് നബിയോട് അടുപ്പിക്കുമെന്നാണ്. ഇന്ന ഔലന്നാസി ബിഹി യൗമൽ ഖിയാമ അക്സറുഹും അലിയസ്സലാത്ത്. ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്നവർ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ അടുത്തിരിക്കുമെന്നാണ്. അതുപോലെ 10ാമത്തൊരു കറാമത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹദീസിലൂടെ പറയുന്നു, നാമയ്ക്ക് പൊതുവായി ചില ആളുകളെ ബഖീലായി കാണാറുണ്ട്. എന്നാൽ സ്വലാത്ത് അവരെക്കുറിച്ച് ഹദീസിലൂടെ പറഞ്ഞത് വളരെ മോശമായിട്ടാണ്. അൽ ബഖീൽ എന്നുള്ള പ്രയോഗമാണ്. മൻ ദുകിറത് ഇൻദഹു ഫലം യുസല്ലി അലൈഹി. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ ബഖീലാണ് എന്നാണ്, പിശുക്കനാണ് എന്നാണ്. നോക്കൂ, എത്ര അത്ഭുതകരം സ്വലാത്തിലൂടെ സൃഷ്ടിക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്ന സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഏറ്റവും ചെറിയ സ്വലാത്ത് നമുക്ക് പറയാം. ഒരുപാട് നമുക്കറിയുന്ന സ്വലാത്തുകളൊക്കെ ഉണ്ട്. ഏതാണോ നമുക്കറിയുന്നത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതും പറയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതും പറയാം. അതുപോലെ ഏറ്റവും നല്ല സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്നുള്ള സ്വലാത്തും നമുക്ക് ധാരാളം പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുറച്ച് പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഇത് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അതുപോലെ ചെറിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നാം സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാത്തവനെ കുറിച്ച്, സ്വലാത്ത് ഉപേക്ഷിക്കുന്നത് വലിയ നഷ്ടമാണ് എന്നാണ്. റഗിമ അൻഫുൻ വറജുൻ വദുകിറത് ഇൻദഹു ഫലം യുസല്ലി അലയ്യ എന്നും മറ്റൊരു ഹദീസിലുണ്ട്. വിശദീകരണത്തിലൂടെ പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് പറയാത്തവൻ അവൻ വലിയ നഷ്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ ക്ലാസ് വീക്ഷിക്കുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.